തെക്കൻ ഫിലിപ്പീൻസിലെ സാംബോഗ സിറ്റിയിലുള്ള കത്തോലിക്ക ജൂനിയർ ഹൈസ്കൂളിലുണ്ടായ വെടിവയ്പിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. തുടർന്ന് പ്രതിയായ സഹപാഠി സ്വയം ജീവനൊടുക്കി. ഫിലിപ്പീൻസിൽ മാസങ്ങൾക്കിടെ നടക്കുന്ന രണ്ടാമത്തെ സ്കൂൾ വെടിവയ്പ്പാണിത്. 45 കാലിബർ പിസ്റ്റളുമായി സ്കൂളിലെ ക്ലാസ് മുറിയിലേക്ക് ഒളിച്ചുകടന്ന ആരോപണ വിധേയനായ വിദ്യാർത്ഥി അധ്യാപകന് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് മറ്റൊരു ക്ലാസ് മുറിയിലേക്ക് മാറി ഒരു വിദ്യാർത്ഥിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്ന് സംബോഗ സിറ്റി മേയർ പറഞ്ഞു. സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മറ്റ് ഭീഷണികളൊന്നുമില്ലെന്നും സാംബോഗ സിറ്റി മേയർ ഗൈമർ അദാൻ ഒലാസോ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മധ്യമേഖലയിലെ ടാഗ്ലോബാൻ സിറ്റി ഹൈസ്കൂളിലെ 3 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വെടിവയ്പ് നടന്ന് 2 മാസത്തിന് ശേഷമാണ് ഈ പുതിയ സംഭവം. ടാഗ്ലോബാൻ ആക്രമണത്തിൽ സംശയിക്കപ്പെട്ട 2 കൗമാരക്കാരിൽ ഒരാൾ അക്രമാസക്തമായ ഓൺലൈൻ ഗെയിം സ്ഥിരമായി കളിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സാൻഡ്ബോക്സ് ഗെയിമായ ഗോർബോക്സ് ഫിലിപ്പീൻസിൽ നിരോധിക്കുകയും അക്രമാസക്തമായ കമ്പ്യൂട്ടർ ഗെയിമുകൾ യുവാക്കളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് സെനറ്റ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മാസം ആദ്യം തായ്ലൻഡിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. സ്കൂളിൽ 8 പേരെ കൊലപ്പെടുത്തിയ ശേഷം കൗമാരക്കാരനായ പ്രതി ആത്മഹത്യ ചെയ്തു. സോഷ്യൽ മീഡിയയിലെ അക്രമാസക്തമായ ഉള്ളടക്കമാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവരുടെ സോഷ്യൽ മീഡിയയുടെ ദോഷകരമായ ഉപയോഗം തടയാൻ തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഉടനീളമുള്ള അധികാരികൾ കർശന നിയന്ത്രണത്തെക്കുറിച്ച് ആലോചിച്ചു വരികയാണ്.